നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് LDF ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്, ഒരുപാട് വിശകലനങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂറും ഇത്തരത്തിലൊരു വിശകലനം നടന്നു. പരാജയത്തിന് ശേഷം നടന്ന CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും അതിരൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അംഗങ്ങൾ. നിലവിലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അന്ത്യം കാണുമെന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരിക്കുകയാണ്. പയ്യന്നൂരിലെ സംഘടനാ വിഷയം തൃക്കരിപ്പൂരിലെ തോൽവിക്ക് പ്രധാന കാരണമായെന്നും KK രാഗേഷ് നേതാക്കളുടെ പെട്ടി തൂങ്ങിവന്ന അമൂൽ ബേബിയാണെന്ന വിമർശനവും ഉയരുകയുണ്ടായി. P ജയരാജന് KK ശൈലജയെ നേതൃനിരയിലേക്ക് വരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഉയരുന്നത്. മാത്രമല്ല P ജയരാജൻ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശന സ്വരങ്ങൾ ഉയർന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പാർട്ടി കോട്ടയെന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിലെ തോൽവി പാർട്ടിക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പരാജയ കാരണം ചർച്ചയാകുന്നതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾക്ക് നേരെയുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. മണ്ഡലത്തിൽ LDF 2000-ലധികം വോട്ടുകൾക്ക് ലീഡ് പ്രതീക്ഷിച്ച നഗരസഭയിൽ വരെ വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായി. CPM കേന്ദ്രമായ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി മുൻകൈ നേടിയെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല. കയ്യൂർ പഞ്ചായത്തിലെ പല വാർഡുകളിലും വോട്ട് ചോരുകയുണ്ടായി. മാത്രമല്ല പാലക്കാട്, കണ്ണൂര് ഇത്തരത്തിൽ ഈ ജില്ലകളിലൊക്കെ ഉണ്ടായ പാർട്ടി ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി അവലോകന യോഗത്തിലൊക്കെ നേതൃത്വത്തിന് മേലെയാണ് കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടത്. അതായത് നേതൃത്വം പലപ്പോഴും പല രീതിയിൽ തെറ്റായി പെരുമാറി, അത് തിരുത്താൻ ആരും തയ്യാറായില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദനുമെതിരെയാണ് കൂടുതലും ഇത്തരത്തിൽ ആരോപണ ശരങ്ങൾ ഉയർന്നത്. എന്നാൽ തൃക്കരിപ്പൂരും അത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. P ജയരാജനും KK ശൈലജയും നേതൃത്വത്തിലേക്ക് വരണമെന്നൊരു ആവശ്യം ഉയരുകയാണ്. എന്താണ് ഈ ഒരു വിമർശനം, അത് നടപ്പിലാകുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുന്നത് പോലും പലപ്പോഴും എതിർക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 10 വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി, 70 അദ്ദേഹത്തെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വിമർശനം അല്ലെങ്കിൽ അവലോകന യോഗത്തിലെ വിമർശനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് സാമൂഹിക നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട്, അതായത് പാർട്ടി പരാജയപ്പെട്ടതും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കൂടെ നടന്നത് നീയേ ചാത്ത, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാത്ത എന്ന് പറയുന്ന പോലെ ഇത് ഈ ശബ്ദം എന്താ ഒരു 5 വർഷം മുമ്പ് ഉണ്ടാവാഞ്ഞേ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. അതായത് ഇത്രമേൽ ഉയരത്തിൽ, സ്വപ്നതുല്യമായ ഉയരത്തിൽ ആക്കിയത് ഇപ്പോഴീ വിമർശിക്കുന്ന വിമർശകർ തന്നെയാണ്. അന്ന് നമ്മൾ ഇതുപോലെ തന്നെ വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ, MV ഗോവിന്ദൻ്റെ ധാർഷ്ട്യത്തെ ഒക്കെ സാധാരണക്കാരും നിശബ്ദ ഭൂരിപക്ഷവുമായിട്ടുള്ള നമ്മളൊക്കെ വിമർശിച്ചിരുന്നു. അന്ന് അവർ നമ്മളെ ചാണകമാണ്, സംഘിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. മുഖ്യമന്ത്രി സൂര്യനാണ്, അതിനടുത്തെങ്ങും നിനക്കെത്താൻ പറ്റില്ല, നീ കരിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് അദൃശ്യനാണ്. അദൃശ്യനല്ല, അദൃശ്യൻ, അതിശക്തനാണ്, ആർക്കും തകർക്കാൻ പറ്റില്ല. ഈ കപ്പൽ മുങ്ങുകയില്ല, കാരണം അതിൻ്റെ കപ്പിത്താൻ ശക്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയനായിരുന്നു എന്നായിരുന്നു ഉത്തരം. ഒരൊറ്റ മൂലിയായിരുന്നു CPMനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഏകജാലകമായിരുന്നു പിണറായി വിജയൻ. എല്ലാ തീരുമാനങ്ങളും പിണറായി വിജയൻ നടത്തുമെന്നുള്ളായിരുന്നു അന്നത്തെ ഒരു ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റമാണ് അദ്ദേഹം ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ ആക്കുന്നത്. അദ്ദേഹത്തെ പലതരത്തിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ MV ഗോവിന്ദനല്ലേ പറഞ്ഞേക്കാം, വീട്ടിൽ നിന്ന് മകൻ പോലും ചോദിച്ച് കണ്ണാടിയിൽ മുഖം നോക്കാറില്ലേ? വാസ്തവത്തിൽ MV ഗോവിന്ദൻ മാഷ് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സുന്ദരനാണ് ആള്. അങ്ങനെയല്ല, അതായത് അദ്ദേഹത്തിന്റെ ശൈലി, മാധ്യമങ്ങളോടുള്ള വാർത്താ സമ്മേളനത്തിലുള്ള ശൈലി, അതാണ് മകൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. MV ഗോവിന്ദന്റെ അല്ലല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു മമ്മണി. അങ്ങനെ MM മണിയെ മാറ്റിയതാണ് ഇടുക്കിയിലെ CPMനെ സംഭവിച്ച ദോഷമെന്നാണ് പാർട്ടിക്കാരുടെ വിലയിരുത്തൽ. CPMൽ അതങ്ങനെ തന്നെയാണ്, പഠിച്ച് കറക്റ്റായിട്ട് പറയുക. EMS കണ്ടിട്ടില്ലേ പത്രസമ്മേളനങ്ങളിൽ അടിച്ചിരുത്തും ആൾക്കാരെ. കാരണം അത്ര ബോധ്യമുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള എന്തെങ്കിലും ധാരണയുടെ പേരിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. അത് ഈ അറിവിൻ്റെ ഒരു തിളക്കമാണത്. ചിലപ്പോൾ ഈ ധാർഷ്ട്യമായിട്ട് പുറത്തു. എനിക്കറിയാം നീ മണ്ടത്തരമാണ് പറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമാണത്.
അല്ലാതെ അഴകുഴ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരെ പോലെ അല്ല പഠിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഉത്തരങ്ങൾ പറയുന്നത്. കൃത്യമായിരിക്കും, കറക്റ്റായിരിക്കും, അവരുടെ അജ്ഞതയെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ജി സുധാകരൻ കണ്ടിട്ടില്ലേ? ധാർഷ്ട്യമാണെന്ന് നമുക്ക് തോന്നുന്നിടത്തോളമുള്ള അറിവും പാർട്ടിയിലുള്ള പഠനവുമാണ് അതിൻ്റെ ആഴം. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് അതല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയനിലെ പോലെ സ്റ്റാലിൻ ഇരുന്ന സമയത്ത് പൂച്ചകളായിരുന്ന ആൾക്കാർ അദ്ദേഹം വീണ് കഴിഞ്ഞപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോൾ പുലികളായി മാറിയതുപോലുള്ള ഒരു പ്രതിഭാസമാണ് ജില്ലാ കമ്മിറ്റിയിൽ അങ്ങോളം ഇങ്ങോളം. കാസർഗോഡ്, കണ്ണൂർ മുതൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വരുന്ന അതിരൂക്ഷമായ വിമർശനം. നമ്മുടെ അഭിപ്രായം ഇത് ശരി തന്നെ, പക്ഷേ ഇതിനു മുമ്പേ വരേണ്ടതായിരുന്നു ഇത്. പിന്നെ എം വി ഗോവിന്ദൻ മാഷിനെ കുറിച്ച് പറഞ്ഞത് കണ്ണാടി നോക്കാറില്ലേ എന്ന് പറഞ്ഞത് സ്വയം ആത്മപരിശോധന എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അതിനെ ഞാൻ ഉൾക്കൊള്ളും. പക്ഷേ ഈ അദ്ദേഹം ഒന്ന് കാണാൻ സുന്ദരനുമാണെന്നാണ് എൻ്റെ ഇപ്പോഴും ഈ പ്രായത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡ്രിൽ മാസ്റ്റർ ആയിരുന്നു, അതിൻ്റെ ഒരു ഫിസിക്കും ഒക്കെ ഉണ്ട്. പക്ഷേ പിണറായി വിജയൻ വളരെ വളരെ ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ്. അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പോലും കഴിയില്ല, കഴുത്ത് കുനിച്ച ഒരു. അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോ എന്തിനുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണം പോളിറ്റ് ബ്യൂറോ കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങളെല്ലാം പാർട്ടി ഒരുക്കുന്നതിലും നമുക്ക് മനസ്സിലാക്കാം. EMS അങ്ങനെയായിരുന്നു. പാർട്ടിയാണ് പൊന്നുപോലെ നോക്കിയിരുന്നത്. സ്വന്തം ആരൂഢം തന്നെ പാർട്ടിക്ക് വേണ്ടി ബലിദാനം ചെയ്ത എലമന മന എന്ന് പറയുന്ന മന പാർട്ടിക്ക് വേണ്ടി എലിയർപ്പിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായിട്ട് അതിൻ്റെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ചമച്ചുകൊണ്ട് ജീവിച്ച ഒരു കമ്മ്യൂണിസത്തിന് വേണ്ടി മാത്രം സ്വയം ഒഴിഞ്ഞു വെച്ച ഒരാളാണ് ആയിരുന്നു. ലളിത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു EMS നമ്പൂതിരിപ്പാടം. ആർഭാടങ്ങൾ അദ്ദേഹം അകറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തെ അതുപോലെ ഒരു ആളായിട്ട് പിണറായി വിജയനെ എല്ലാ സംരക്ഷണവും പാർട്ടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി. പിന്നെ അദ്ദേഹത്തെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ മാറ്റി വേറെ മുഖ്യമന്ത്രി. അതെന്താ ആക്കാഞ്ഞതെന്നുള്ള ചോദ്യവും കൂടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ അതിനുള്ള ഉത്തരം വേറെ ആരുണ്ട്? ഇതാരുടെ കാര്യമാണ്, ആരുടെ കുഴപ്പമാണ് ആളുണ്ടാവാതിരുന്നതിന് കാരണം? അങ്ങനെ ഒരാളിനെ വളർത്തിയെടുക്കാതെ ആലിനടിയിൽ വേറെ വൃക്ഷങ്ങൾ വളരത്തില്ല എന്ന് പറയുന്നത് പോലെ ഒരു ആൽ വൃക്ഷമായിട്ട്, ഒരു വലിയ ബനിയൻ ട്രീ ആയിട്ട് പിണറായി വിജയനെ വളർത്തിയതും നിലനിർത്തിയതുമല്ല ആരാണ്? ഈ സംഘങ്ങൾ, ഈ കമ്മിറ്റിയിലിരുന്ന് ഇപ്പോൾ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് അവരുടെ തെറ്റാണ്. ഞാൻ പിണറായി വിജയൻ്റെ തെറ്റായിട്ട് മാത്രം ഇതിനെ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സ്തുതി പാഠക സംഘത്തിൻ്റെ പറച്ചലുകൾ കേട്ടത് ശരിയാണ്, സത്യമാണെന്ന് വിശ്വസിച്ചു. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. പക്ഷേ ഈ സ്തുതിപാഠക സംഘമാണ് അദ്ദേഹമാക്കി മാറ്റിയത്, ധാർഷ്ട്യക്കാരനായിട്ട് മാറ്റിയത്. ആ സത്യം കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ കിടന്ന് നടന്നും തള്ളാണ്. ഇപ്പോൾ തള്ളിയിട്ട് കാര്യമുണ്ടോ? പാതസാം നിജയം വാർന്നളവ് സേതു ബന്ധനോദ്യോഗമെന്തടോ എന്ന് പറയുന്നത് പോലെ വെള്ളം മുഴുവൻ ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു മൺചിറയോ വല്ലതും കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളം പോയി കഴിഞ്ഞ്, ബസ് പോയി കഴിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് കാര്യമുണ്ട്. ലാസ്റ്റ് ബസ്സാണ് പോയത്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിക്കുക. ബസ് നിർത്തുമോ? പോയി കഴിഞ്ഞു. ഡ്രൈവർ മുന്നോട്ടേ നോക്കൂ, പുറകോട്ട് നോക്കത്തില്ല. അതുപോലാണ് കാലം മുന്നോട്ടാണ് പോകുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ കാലം കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു.